നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിലും മാവേലിക്കരയിലും ആറ്റിങ്ങലിലുമൊക്കെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. തൃശ്ശൂരിൽ കെ മുരളീധരൻ 34% വോട്ടുകൾ നേടുമെന്ന് പ്രവചനമുണ്ടായിരിക്കുന്നു. ആദ്യഘട്ട സർവേയിൽ ഒന്നാമതായിരുന്ന വി എസ് സുനിൽകുമാർ 32%, രണ്ടാമത്. NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി 31% വോട്ട് നേടുമെന്ന് സർവേ ഫലങ്ങൾ സൂചന നൽകുന്നു. ഇതോടെ തൃശ്ശൂരിൽ ത്രികോണ മത്സരം ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് മാവേലിക്കരയിൽ പോയാൽ കൊടിക്കുന്നിൽ സുരേഷിന് 41% വോട്ടുകൾ കിട്ടുമെന്ന് പ്രവചിക്കുമ്പോൾ 40% വോട്ടുകളുമായി CA അരുൺകുമാർ തൊട്ടു പിന്നിൽ. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് 34% വോട്ടുകൾ, 33% വി ജോയി, 29% വോട്ടുകളുമായി വി മുരളീധരൻ. വയനാട്ടിലേക്ക് പോയാൽ രാഹുൽ ഗാന്ധി 60% വോട്ട് സ്വന്തമാക്കുമെന്ന് പ്രവചനങ്ങൾ. കോട്ടയത്ത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് അടിപതറുമെന്നുള്ള സർവേ പ്രവചനങ്ങൾ. UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ഫ്രാൻസിസ് ജോർജിന് വിജയസാധ്യത കൂടുതലുണ്ടാക്കുന്ന മേഖലയായി കോട്ടയം മാറുന്നു എന്നുള്ള പ്രവചനങ്ങൾ. ഓരോ മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായ സർവേ പ്രവചനത്തിൽ ആ പ്രവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധി 60%, വാനിരാജ 25%, കെ സുരേന്ദ്രൻ 12% വോട്ട് നേടും. മാവേലിക്കരയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കൊടിക്കുന്നിൽ സുരേഷ് 41%, CA അരുൺകുമാർ 40%, ബൈജു കലാശാല NDAയുടെ സ്ഥാനാർത്ഥി BDJSന്റെ സ്ഥാനാർത്ഥി 17% വോട്ട് നേടുമെന്നുള്ളതാണ്. ചാലക്കുടിയിലേക്ക് എത്തിയാൽ ബെന്നി ബെഹ്റാൻ 40%, C രവീന്ദ്രനാഥ് 35%, CA KA ഉണ്ണികൃഷ്ണൻ 14%, NDAയുടെ സ്ഥാനാർത്ഥി. കോട്ടയത്ത് എത്തിയാൽ ഫ്രാൻസിസ് ജോർജ് 42%, തോമസ് ചാഴിക്കാടൻ 39%, തുഷാർ വെള്ളാപ്പള്ളി 15% വോട്ടുകൾ നേടിയേക്കാം. ആറ്റിങ്ങൽ അടൂർ പ്രകാശ് 34%, വി ജോയി 33%, വി മുരളീധരൻ 29% വോട്ടുകൾ നേടിയേക്കാമെന്നുള്ള പ്രവചനങ്ങൾ ഉണ്ടാകുന്നു. തൃശ്ശൂരിൽ കെ മുരളീധരൻ 34%, വി എസ് സുനിൽകുമാർ 32%, സുരേഷ് ഗോപി 31% വോട്ടുകൾ നേടുന്ന ഒരു കാലാവസ്ഥയാണ് ഉള്ളത് എന്നുള്ളതാണ് ഈ പല സർവേ ഫലങ്ങൾ നൽകുന്ന സൂചനകളെന്ന് പറയപ്പെടുന്നത്. പക്ഷേ ഇതിനകത്ത് ചില കാര്യങ്ങൾ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ആദ്യഘട്ട ഫലസൂചനകൾ പ്രവചിച്ചിട്ടുള്ള തൃശ്ശൂരിലാണെങ്കിൽ ആദ്യം പറഞ്ഞിരുന്നത് കെ മുരളീധരന് പകരം അവിടെ വി എസ് സുനിൽകുമാർ ഒന്നാമതെത്തും എന്നായിരുന്നു. പകരം രണ്ടാം ഘട്ട സർവേകൾ വന്നപ്പോൾ ഒന്നാമതായിരുന്ന സുനിൽകുമാർ രണ്ടാമതും കെ മുരളീധരൻ ഒന്നാമതും എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇനിയൊരു ഘട്ടം കൂടി വരും. അതായത് തെരഞ്ഞെടുപ്പിൻ്റെ ഈ പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ അവസാനിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ പരസ്യ പ്രചാരണങ്ങളടക്കം അവസാനിക്കുന്ന ദിവസം, അതായത് 24-ാം തീയതി ആകുമ്പോൾ മറ്റൊരു തിരഞ്ഞെടുപ്പ് പ്രീപോൾ ഇതുപോലുള്ള സർവേകൾ കൂടി വരും. ആ സർവേയിൽ വരാൻ പോകുന്നത് NDAയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള BJPയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ഗോപിക്ക് 34% എന്ന് പറഞ്ഞുള്ള ഒരു സർവേയോ 35% എന്ന് പറഞ്ഞ സർവേ വന്നാലും നമ്മൾ അത്ഭുതപ്പെടാനില്ല. കാരണം ഈ സർവേകളൊക്കെ ഓരോ ദിവസത്തെയും വാർത്തകളുടെ അടിസ്ഥാനത്തിൽ റേറ്റിങ്ങുകളുടെ കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടുള്ളതാണ് എന്ന് ഞാൻ പലവട്ടം പറഞ്ഞ വീഡിയോകളുണ്ട്. ഈ സർവേകളിലൊക്കെ എന്ത് വിശ്വാസ്യതയാണ് എന്ന് ചോദിക്കേണ്ടി വരും. മറ്റൊന്ന് മാവേലിക്കരയുടെ പ്രശ്നമാണ്. ഞാൻ ഈ തൃശ്ശൂരാണ് ഇപ്പോൾ പറഞ്ഞത്. അവിടെ ഒരു ത്രികോണ മത്സരം നടക്കുവാനുള്ള സാധ്യത വളരെ വലുതാണ്. 34% വോട്ടുകൾ മുരളീധരനും, 33% വോട്ടുകൾ സുനിൽകുമാർ, 31% വോട്ടുകൾ സുരേഷ് ഗോപിയും നേടുമെന്നുള്ള രണ്ടാം ഘട്ട പ്രവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി അവിടെ നടക്കാൻ പോകുന്നത് ത്രീപാറുന്ന തിരഞ്ഞെടുപ്പ് പ്രചാരണമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവിടെ ചില മാജിക്കുകൾ, ചില അത്ഭുതങ്ങൾ തൃശ്ശൂരിൽ നടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് അത് കാത്തിരുന്ന് കാണാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 24-ാം തീയതി ആകുമ്പോൾ ഉണ്ടാകുന്ന പ്രീപോളിൽ സുരേഷ് ഗോപി ഒന്നാം സ്ഥാനത്തെത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി അവിടേക്ക് വരാം. മറ്റൊന്ന്, മാവേലിക്കരയിലേക്ക് പോകുമ്പോൾ അവിടെ കൊടിക്കുന്നിൽ സുരേഷിന് 41% വോട്ട് പ്രവചിക്കുമ്പോൾ 40% വോട്ടുകളുമായിട്ട് CA അരുൺകുമാർ CPIയുടെ സ്ഥാനാർത്ഥി തൊട്ടുമുന്നിൽ നിൽക്കുന്നു. ആ CPIയുടെ സ്ഥാനാർത്ഥിക്ക് എന്തുകൊണ്ടാണ് വോട്ട് കുറയാൻ പോകുന്നത്? ഇനി വരുന്ന തിരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നതാണ് പറയുന്നത്. അവിടെ ചിലപ്പോൾ ഈ പറയുന്നത് പോലുള്ള പ്രത്യേകതകൾ ഉണ്ടായേക്കാം. അവിടെ മാവേലിക്കരയിൽ ബൈജു കലാശാലയാണ് ഈ BDJSന്റെ സ്ഥാനാർത്ഥി, NDAയുടെ സ്ഥാനാർത്ഥി എന്ന് പറയപ്പെടുന്നത്. അദ്ദേഹത്തിന് വോട്ടുകൾ കൂടുതൽ നേടിയെടുക്കുവാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ള പോലെ BJPയുടെ കാൻഡിഡേറ്റ്സിന് അല്ലെങ്കിൽ BJPയുടെ ചിഹ്നത്തിൽ മത്സരിക്കുന്നവർക്ക് മാത്രമാണ് അധിക വോട്ടുകൾ നേടിയെടുക്കാൻ കഴിയുന്നത്. അങ്ങനെ ഒരു പ്രത്യേകത ഇപ്പോൾ ഉണ്ട്. ആ ട്രെൻഡ് ഉള്ളത് കൊണ്ടാണ് ഈ BDJSന്റെ സ്ഥാനാർത്ഥികൾക്ക് അധികം വോട്ടുകൾ നേടിയെടുക്കാൻ കഴിയാത്തത്. ഇവിടെയുള്ള 17% മാത്രമാണ് ബൈജു കലാശാലയ്ക്ക് പറയുന്ന പ്രവചന വോട്ടുകൾ എന്ന് പറയപ്പെടുന്നത്. ആ പ്രവചന വോട്ടുകൾ തന്നെ ലഭിക്കുക അസാധ്യമാണ്. പക്ഷേ കൊടിക്കുന്നിൽ സുരേഷിൻ്റെയും CA അരുൺകുമാറും തമ്മിലുള്ള ഒരു നേർക്കുനേർ പോരാട്ടം എന്നതിനപ്പുറം അവിടെ കൊടിക്കുന്നിൽ സുരേഷിന് ഒരല്പം സാധ്യത കൂടുതലാണ് എന്ന് പറയേണ്ടത് തന്നെയാണ് എന്ന് നമുക്ക് പറയാം. അത്തരത്തിൽ പറയാവുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഇനി അതേസമയം ചാലക്കുടിയിലേക്ക് പോവുകയാണെങ്കിൽ ചാലക്കുടിയിൽ ബെന്നി ബെഹ്റാനാണ്. ബെന്നി ബെഹ്റാൻ 40% വോട്ടുകൾ നേടുന്നു. C രവീന്ദ്രനാഥ് 35% വോട്ടുകൾ നേടുന്നു. അവിടെ KA ഉണ്ണികൃഷ്ണനാണ് സ്ഥാനാർത്ഥി. ആ സ്ഥാനാർത്ഥി 14% NDAയുടെ സ്ഥാനാർത്ഥി. അത്തരത്തിലുള്ള വോട്ട് പാറ്റേണാണ് നമുക്ക് ചാലക്കുടിയിൽ നിന്ന് ലഭിക്കുന്നത്. ചാലക്കുടിയിൽ ബെന്നി ബെഹ്റാനുള്ള സാധ്യതകൾ നൽകുന്നു എന്നുള്ള സൂചനകളാണ് പ്രവചനത്തിൽ പറയുന്നത്. പക്ഷേ ആ പ്രവചനങ്ങളിൽ യാഥാർത്ഥ്യമുണ്ട് എന്ന് പറയേണ്ടി വരും. കാരണം അവിടുത്തെ സാധ്യത എന്ന് പറയപ്പെടുന്നത് ചാലക്കുടിയിൽ ഈ പറയുന്ന പോലെ ബെന്നി ബെഹ്റാൻ തന്നെയാണ്.
ഇനി മറ്റൊന്ന് കോട്ടയത്താണ്. കോട്ടയത്ത് അപ്രതീക്ഷിതമായിട്ടുള്ള പലതും സംഭവിച്ചിരിക്കാം. ഫ്രാൻസിസ് ജോർജ് 42%, തോമസ് ചാഴിക്കാടൻ 39%, തുഷാർ വെള്ളാപ്പള്ളി 15%, അങ്ങനെയാണ് കോട്ടയത്തിൻ്റെ സാധ്യത എന്ന് പറയപ്പെടുന്നത്. അവിടെ തോമസ് ചാഴിക്കാടനെ തരം താഴ്ത്തി അല്ലെങ്കിൽ തോമസ് ചാഴിക്കാടനെതിരെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഫ്രാൻസിസ് ജോർജിനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ്. തുഷാർ വെള്ളാപ്പള്ളിക്ക് അധികം വോട്ട് നേടാനും കഴിയില്ല എന്നതും ആ ജില്ലയുടെ, കോട്ടയം ജില്ലയുടെ ഒരു പ്രത്യേകതയായി കണക്കാക്കേണ്ടതുണ്ട്. പക്ഷേ അവിടെ മാറ്റം വരുന്നത് ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലാണ്. ആറ്റിങ്ങലിലേക്ക് വരുമ്പോൾ അടൂർ പ്രകാശ് 34%, ബി ജോയി 33%, വി മുരളീധരൻ 29% വോട്ടുകൾ നേടുന്നുവെന്നാണ് പറയപ്പെടുന്നത്. അവിടെ മാറ്റങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. അവിടെ അടൂർ പ്രകാശ് വിജയിക്കുമെന്ന് ഒന്നാം ഘട്ടത്തിൽ പ്രവചിച്ചിരുന്നവർ പക്ഷേ രണ്ടാം ഘട്ടത്തിൽ പരാജയത്തിലേക്ക് പോകുമെന്നുള്ള കാര്യം പറയുന്നുണ്ട്. കാരണം അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ എന്ന് പറയപ്പെടുന്നത്. വി ജോയി ആണെങ്കിലും അടൂർ പ്രകാശ് ആണെങ്കിലും ഇഞ്ചോടിഞ്ചാണ്. പക്ഷേ അതിനേക്കാളവിടെ ഏറെ ഒരിക്കലും വി മുരളീധരൻ എന്ന് പറയപ്പെടുന്ന BJPയുടെ സാന്നിധ്യം തള്ളിക്കളയാൻ കഴിയുന്നതല്ല. കാരണം 29% എന്ന് ഈ പ്രീ പോളിൽ തന്നെ പറയുമ്പോൾ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഏകദേശം 36% അധികം വോട്ടുകളിലേക്ക് എത്തുവാനുള്ള സാധ്യത വി മുരളീധരനുണ്ട്. അതുകൊണ്ട് BJPക്ക് സാധ്യതയുള്ള ഒരു മണ്ഡലം തന്നെയായിരിക്കും ഈ ആറ്റിങ്ങൽ നിയോജക മണ്ഡലം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ അവിടെയും സാധ്യതകൾ BJPക്ക് അനുകൂലമാണ്. തൃശ്ശൂരിലും സാധ്യതകൾ BJPക്ക് അനുകൂലമാണ്. തിരുവനന്തപുരത്തും സാധ്യതകൾ BJPക്ക് അനുകൂലമാണ്. പാലക്കാടും ഒപ്പം തന്നെ തൃശ്ശൂരും അടങ്ങുന്ന 2 മണ്ഡലങ്ങളിൽ കൂടി അത്തരത്തിലുള്ള സാധ്യതകൾ BJPക്ക് അനുകൂലമാകുന്ന സാധ്യതകളുള്ള മണ്ഡലങ്ങളാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള മണ്ഡലങ്ങളിൽ എത്രയൊക്കെ പ്രവചനങ്ങൾ നമ്മൾ നടത്തിയായിരുന്നാലും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന ഒരു പോസ്റ്റ് പോളിൽ മാത്രമായിരിക്കും നമുക്ക് അതിൻ്റെ യഥാർത്ഥ ചിത്രം മനസ്സിലാക്കാൻ കഴിയുക. പക്ഷേ സാധ്യതകൾ തിരഞ്ഞെടുപ്പ് പ്രകടനത്തിൽ ഒന്നാം സ്ഥാനം എന്ന് ഈ ഏത് മണ്ഡലത്തിൽ നോക്കിയാലും BJP തന്നെയാണ്. അതിൽ മാറ്റമില്ല. കാരണം പണം വാരി എറിഞ്ഞുള്ള വലിയ തിരഞ്ഞെടുപ്പ് പ്രചാരണ കോലാഹലങ്ങൾ തന്നെയാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഒന്നാം ഘട്ടത്തിലാണെങ്കിലും ഇപ്പോൾ രണ്ടാം ഘട്ടത്തിലാണെങ്കിലും ഏറെ മുന്നേറ്റം നടത്തുന്നത് BJP സ്ഥാനാർത്ഥികൾ തന്നെയാണ് എല്ലാ മണ്ഡലത്തിലും. പക്ഷേ വിജയസാധ്യതകളുള്ള മണ്ഡലം എന്ന് പറയപ്പെടുന്നത് ഞങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ 5 മണ്ഡലങ്ങളിൽ അവരുടെ വിജയസാധ്യതകൾ ഉണ്ട് എന്ന് തന്നെ പറയാം. അത് തിരുവനന്തപുരം, ആറ്റിങ്ങൽ, കൂടാതെ ഈ ആലപ്പുഴ നിയോജക മണ്ഡലം, തൃശ്ശൂർ, പാലക്കാട്, ഇങ്ങനെ 5 നിയോജക മണ്ഡലങ്ങളിൽ BJP വളരെ കൃത്യമായിട്ടുള്ള കണക്കുകൂട്ടലുകളിലൂടെ മുന്നോട്ട് പോകുന്നുണ്ട്. സാധ്യതകളാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് 5 മണ്ഡലങ്ങളിൽ ചില അത്ഭുതങ്ങൾ നടന്നേക്കാം എന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. ആ മണ്ഡലങ്ങളിൽ BJPയുടെ പ്രവർത്തനങ്ങൾ വളരെ മുന്നോട്ട് പോകുന്നുണ്ട്. സ്ഥാനാർത്ഥികളടക്കം ആലപ്പുഴയിലെ ശോഭാ സുരേന്ദ്രൻ്റെ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ്. വളരെ വല്ലാത്ത നിലയിൽ തന്നെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. KC വേണുഗോപാലിന് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനോടൊപ്പം മത്സരിച്ച് വിജയിക്കുവാൻ കഴിയുമോ എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ കാഴ്ചവെക്കുന്നത്. പാലക്കാടിലും BJPയുടെ പ്രകടനം വളരെ വലുതാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ പ്രകടനം വളരെ വലുതാണ്. കൂടാതെ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ വി മുരളീധരൻ്റെ പ്രകടനവും അത്തരത്തിൽ വളരെ വലിയ നേട്ടം കൊയ്യുവാനുള്ള ഒരു മത്സരം തന്നെ നടത്തുന്നു. മറ്റൊന്ന് തിരുവനന്തപുരത്തെ രാജീവ് ചന്ദ്രശേഖരൻ്റെ മത്സരങ്ങൾ വളരെ നിർണായകമായിട്ടുള്ള മത്സരമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. ഇനി ഞാനൊരു കാര്യം കൂടി പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ തിരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ള പ്രീ പോൾ സർവേകൾ ഉണ്ടാക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ദുഷ്ടഫലം അനുഭവിക്കുന്നത്, അതിൻ്റെ നെഗറ്റീവ് വശം അനുഭവിക്കുന്നത് എന്ന് പറയപ്പെടുന്നത് ആരാണോ വോട്ടുകൾ നേടി അധികാരത്തിലെത്തും അവർ വിജയിക്കുമെന്ന് പറയപ്പെടുന്നത് ആ സ്ഥാനാർത്ഥികൾക്കായിരിക്കും പരാജയം സംഭവിക്കാൻ പോകുന്നത് എന്നുകൂടി പറയാം. കാരണം ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ നടത്തി രണ്ടാം ഘട്ട പ്രചരണങ്ങൾ ആരംഭിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചില പ്രീ പോൾ സർവേ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ സ്വാഭാവികമായിട്ടും പരാജയപ്പെടുമെന്ന് കരുതുന്ന ആ മുന്നണിയും ആ സ്ഥാനാർത്ഥിയും ഒപ്പം തന്നെ ആ പാർട്ടിയും കുറച്ചുകൂടി അഗ്രസീവായി മുന്നോട്ട് പോകുവാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും അവർ മുന്നോട്ടെത്തുന്ന കാഴ്ചയും നമുക്ക് മൂന്നാം ഘട്ട പ്രചരണങ്ങൾ അവസാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് തൊട്ടൊരു പരസ്യ പ്രചാരണം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഓടിയെത്തുന്നത് അല്ലെങ്കിൽ ജനഹൃദയങ്ങളിലേക്ക് എത്താൻ കഴിയുന്നത് ആദ്യം പരാജയപ്പെടുമെന്ന് പറയപ്പെടുന്ന സ്ഥാനാർത്ഥികളും ആ പാർട്ടികളുമായിരിക്കും. അതുകൊണ്ട് ഇതിന് പിന്നിൽ ഈ പ്രീ പോൾ സർവേ ഫലങ്ങൾക്ക് പിന്നിൽ പല ചാനലുകൾക്കും പലതരത്തിലുള്ള നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ട്. അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തന്നെയാണ് നടത്തുന്നത്. പക്ഷേ ഞങ്ങളുടെ ഒരു അഭിപ്രായത്തിലെ ചില കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. 20 മണ്ഡലങ്ങളിൽ 5 മണ്ഡലങ്ങളിൽ BJPയുടെ കൃത്യമായിട്ടുള്ള ഒരു മുന്നേറ്റം നടത്തുവാനുള്ള സാധ്യതയുള്ള മണ്ഡലങ്ങളാണ് ഈ 5 മണ്ഡലങ്ങൾ എന്ന് പറയുന്നത്.